നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. 115 വർഷം പഴക്കമുള്ള കുന്നിക്കോട് ഗവൺമെന്റ് LP സ്കൂളിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. 115ാമത് വർഷത്തിലാണ് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഈ ബഹുനില മന്ദിരം ഇവിടെ ഇന്ന് നാടിന് സമർപ്പിച്ചു. തീർച്ചയായും 115 വർഷത്തെ ചരിത്രം പേറുന്ന ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഒരുപാട് പേർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ നാടിന്റെ ആകെ തന്നെ ഉത്സവമായി സാംസ്കാരിക ഘോഷയാത്രയോടുകൂടി നടത്തണം എന്ന് ആഗ്രഹിച്ച പരിപാടിയാണ് വളരെ വേദനാജനകമായ വയനാട് ദുരന്തത്തിലൂടെ നാം ഈ സ്കൂളിനകത്ത് ഒതുക്കുന്നത്. എന്നിരുന്നാലും ഈ സ്കൂളിനെ സ്നേഹിക്കുന്ന നിരവധിയായ ആളുകൾ, നിരവധി പൂർവ്വ വിദ്യാർത്ഥികൾ, ഇവിടെ 2 മണിക്ക് ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം തന്നെ നടന്നിരുന്നു. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവരെ കൂടുതൽ സ്വപ്നം കാണാനും ഉയരങ്ങൾ കീഴടക്കാനും പ്രേരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങളൊരു നേതാവാണ്, നിങ്ങളൊരു വിജയിയാണ്. അതെ, 1985 KJ ജോർജ് സംവിധാനം ചെയ്ത ഇരകളിലൂടെ മലയാള സിനിമാ ലോകത്തേക്ക് എത്തി കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി നാനാവിധ വേഷപ്പകർച്ചയിലൂടെ വെള്ളിത്തിരയിൽ തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച മലയാളിയെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും വളർന്ന കലാജീവിതം. ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളായ കുഞ്ഞുമക്കൾ, ഇന്ന് കോഴിക്കോടിനെ സംബന്ധിച്ച് നമ്മുടെ ആഹ്ലാദത്തിൽ പ്രകൃതി പോലും പങ്കെടുക്കുകയാണ്. വിളക്ക് തെളിക്കുന്നതിന് മുമ്പേ അതിഭയങ്കരമായ മഴ പെയ്തു. ഇപ്പോൾ മഴ കുറഞ്ഞു പോയി. ആ പ്രകൃതിയോടുള്ള സന്തോഷമാണ് ഈ 115 വർഷം പഴക്കമുള്ള ഈ വിദ്യാലയത്തിൻ്റെ പുതിയ മന്ദിരം. അത് നമ്മുടെ ഒരു സ്വപ്നമായി. എപ്പോഴും ഇതിലേക്ക് കടന്നു പോകുമ്പോൾ ഞാൻ ആഗ്രഹിക്കാറുണ്ട്, MLA ഫണ്ട് കൊടുത്തിട്ട് ഇതൊന്ന് പണിയാം. പിന്നെ മറ്റു ഫണ്ടുകളൊന്നും കിട്ടാതിരുന്ന സമയത്താണ് MLA ഫണ്ട് അനുവദിച്ചത്. പക്ഷെ വീണ്ടും അതിന് ശേഷം വന്ന കോവിഡ് പോലുള്ള കാര്യങ്ങൾ കൊണ്ട് ഈ നിർമ്മാണം നീണ്ടുപോയി എന്നുള്ള യാഥാർത്ഥ്യം, കോൺട്രാക്ടർക്കുണ്ടായ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഒക്കെ അതിന് കാരണമായിട്ടുണ്ട്. ഏതായാലും നല്ല നിലയിൽ ഇത് തീർന്നു. ക്ലാസ് മുറികളിൽ കയറി നോക്കുമ്പോൾ ഇവിടുത്തെ കുട്ടികൾക്കും നമുക്കും ഒരുപോലെ തന്നെ സന്തോഷം തോന്നുന്നു. രക്ഷിതാക്കൾക്കും ഏറ്റവും മനോഹരമായ ഒരു സ്കൂൾ നമുക്ക് നിർമ്മിക്കാൻ കഴിയും. ഇനി ഇതിനുള്ളതിന് മുമ്പിലൊരു മതിലാണ്, ചുറ്റുമതിൽ. അതിനെക്കുറിച്ച് ആദ്യം പറയാം. ചുറ്റുമതിലിനെ പറ്റി ഒരു ആശങ്കയും വേണ്ട. ഈ ചുറ്റുമതിൽ പൊളിച്ച് ഈ സ്കൂൾ പൂർണ്ണമായും വെളിയിൽ നിന്ന് കാണത്തക്ക രീതിയിൽ, എന്നാൽ കുട്ടികൾ പുറത്ത് പോകാത്ത വിധത്തിൽ താഴെ നിന്ന് കരിങ്കല്ല് കെട്ടി വന്ന് അതിൻ്റെ മുകളിൽ ഗ്രില്ല് വെച്ചിട്ട് മനോഹരമായ കളറടിച്ച് ഒരു മനോഹരമായ ഒരു മതിൽ നിർമ്മിക്കാൻ 15 ലക്ഷം രൂപ MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിക്കും. കുഞ്ഞുങ്ങൾക്ക് വരാനും പോകാനുള്ള റാമ്പിൻ്റെ സൗകര്യങ്ങൾ, എല്ലാ ആധുനിക സൗകര്യങ്ങളുണ്ട്. എല്ലാ മുറിയിലും ഫാനും ലൈറ്റും എല്ലാം ഇട്ടിരിക്കുകയാണ്. നമ്മളൊക്കെ കഴിഞ്ഞ പണ്ടൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഈ ഫാനും ലൈറ്റും ഒന്നുമില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇന്ന് കുഞ്ഞുങ്ങൾ ഫാനൊക്കെ ഇട്ട് പഠിക്കണം. കാരണം മിക്കവാറും ചൂട് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലരായി പഠിക്കാൻ, രാവിലെ വന്നാൽ വൈകിട്ട് വരെയും ആ സമയം മുഴുവൻ നല്ല ഊർജ്ജസ്വലരായി റിലാക്സ് ചെയ്ത് പഠിക്കാനുള്ള സംവിധാനം നമ്മൾ ഉണ്ടാക്കുകയാണ്. മനോഹരമായ ഫർണിച്ചറുകൾ ഈ സ്കൂളിൽ വരും. കഴിഞ്ഞ വർഷം ഈ സ്കൂള് ഉടനെ ഒന്നും തീരുന്ന മട്ട് കണ്ടില്ല. അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഓർഡർ ചെയ്ത മാർച്ച് മാസത്തിൽ ഓർഡർ ചെയ്ത ഫർണിച്ചറെല്ലാം ഇപ്പോൾ എല്ലാ സ്കൂളിലും വന്നു വരും. ഇന്ന് രാവിലെ ഉദ്ഘാടനം ചെയ്ത പൂങ്കുളഞ്ഞി സ്കൂൾ വരെ വന്നതാണ്. പൂങ്കുളഞ്ഞി സ്കൂൾ പണിത് തീർത്തിട്ട് ഒരുപാട് നാളായി. അതുപോലെ ഈ സ്കൂള് ആവശ്യമായ മുഴുവൻ ഫർണിച്ചറും MLA ഫണ്ടിൽ നൽകും എന്ന് നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരികയാണ്. പത്തനാപുരം എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളിലും ഒരുപടി മുന്നിൽ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. 1ാം പിണറായി സർക്കാരാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്കൂളുകൾ അനുവദിച്ചത്. പിന്നെ കാര്യം, അതിന് മുമ്പ് ഒരു 30 വർഷത്തെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ സർവശിക്ഷ അഭിയാനിൽ കിട്ടുന്ന ചില കെട്ടിടങ്ങൾ, ഇവിടെ നമുക്കറിയാം നമ്മുടെ ഇതിന് പുറകെ ചെറിയ കെട്ടിടമുണ്ട്, അതുപോലുള്ള കെട്ടിടങ്ങൾ മാത്രമാണ് നിർമ്മിക്കപ്പെട്ടത്. പക്ഷേ 1ാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ അന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി രവീന്ദ്രൻ മാസ്റ്ററും ഒരു വലിയ പദ്ധതി, കാരണം അന്നത്തെ ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപിത പദ്ധതികളൊന്ന് ലൈഫ്, അതുപോലെ വിദ്യാഭ്യാസ നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ നവീകരണം, അങ്ങനെ വെച്ച പദ്ധതികളിൽ ഏറ്റവും വലിയ വിജയം കൈവരിച്ചത് പൊതുവിദ്യാഭ്യാസ യജ്ഞമാണ്. അതിലൊരു വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. കേരളത്തിലെ
എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 30-35 വർഷത്തിനകത്ത് ഒരു സർക്കാർ സ്കൂൾ +2 അനുവദിച്ച സ്കൂളുകളിലല്ലാതെ സർക്കാർ പണം മുടക്കി ഒരു കെട്ടിടം ചെയ്തു. ഞാനിപ്പോൾ 1ാം ക്ലാസ്സിൽ പഠിച്ചത് വളക്കുടി LPS, 2ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ പഠിച്ചത് ഈ LPS, 5ലും 6ലും തലൂരാണ് പഠിച്ചത്, 8ലും 9ലും 10ലും വളക്കുടി MMHസിലാണ് പഠിച്ചത്. അപ്പോൾ ഒരുപാട് സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷേ കുന്നിക്കോട് ഗവൺമെന്റ് LPSനെ പോലെ വൈകാരികമായി ഇത്രയും അടുപ്പമുള്ള എന്നെ സംബന്ധിച്ച് മറ്റൊരു സ്കൂളുകളില്ല. പഠിച്ച എല്ലാ സ്കൂളുകളും ഉണ്ട്, എങ്കിലും അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. കാരണം തലമുറകളായ ഒരു ബന്ധം. എൻ്റെ അച്ഛൻ്റെ അച്ഛൻ അപ്പൂപ്പൻ യൂസുഫ് സാർ, അറബി സാർ എന്ന് പറയുന്ന യൂസുഫ് സാറ് ഇവിടെ പഠിപ്പിച്ചതാണ്. അറബി അധ്യാപകനായി ഇവിടെ പഠിപ്പിച്ചത്.